വെൽക്കം ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ 2024 പുതിയ നോട്ടിഫിക്കേഷനാണ്. അതായത് ഇന്ത്യൻ എയർഫോഴ്സിലേക്കുള്ള അഗ്നിവീർ വായു, അതായത് +2 ക്വാളിഫിക്കേഷനുള്ള മെയിൽസിനും ഫീമെയിൽസിനും, അതായത് അൺമാരീഡ് ആയിട്ടുള്ള മെയിൽസിനും ഫീമെയിൽസിനും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു പോസ്റ്റാണ് അഗ്നിവീർ വായു. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി കാണുന്നത്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, പിന്നെ വേക്കൻസി, പിന്നെ സാലറി ഡീറ്റെയിൽസ്, ഏജ് ലിമിറ്റ്, എലിജിബിലിറ്റി, ആപ്ലിക്കേഷൻ ഫീസ് ആൻഡ് മോഡ് ഓഫ് സെലക്ഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫുള്ളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട കുറച്ച് ഡേറ്റ്സ് ആണ്. അതിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് ജനുവരി 17 ജനുവരി 17 മുതൽ ഫെബ്രുവരി 6 വരെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓൺലൈനായിട്ട് മാത്രമാണ് ആപ്ലിക്കേഷൻ അവർ സ്വീകരിക്കുകയുള്ളൂ. അത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ agnipathvayu.cdac.in എന്ന വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇതിൻ്റെ വേക്കൻസി 3500 വേക്കൻസിയിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കാൻ പോകുന്നത്. ഇതിൻ്റെ സാലറി ഡീറ്റെയിൽസ് നോക്കുമ്പോൾ പെർ മന്ത് 30,000 ആണ് സാലറി വരുന്നത്. പിന്നെ ഈ സാലറിക്ക് പുറമെ റിസ്ക് ആൻഡ് ഹാർഡ്ഷിപ്പ്, ഡ്രസ് ആൻഡ് ട്രാവൽ അലവൻസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടി ഉണ്ടാവും. പിന്നെ സേവാനിധി എന്ന് പറയുന്നൊരു സ്കീമുണ്ട്. അത് ഈ അഗ്നിവീർ വായു കാൻഡിഡേറ്റ്സിന് കിട്ടുന്നൊരു സ്കീമാണ്. 4 വർഷത്തേക്കാണ് ഈ ഒരു പോസ്റ്റിൻ്റെ ടെന്യൂർ വരുന്നത്. അപ്പോൾ ഈ 4 വർഷം, അതിൽ ആദ്യത്തെ വർഷം നമുക്ക് നമ്മളുടെ സാലറി 30,000 ആണ്. അതിൽ ഇൻ ഹാൻഡ് നമുക്ക് കയ്യിൽ കിട്ടുന്നത് 21,000 ആയിരിക്കും കയ്യിൽ കിട്ടുന്നത്. അതിൽ 9,000 കോൺട്രിബ്യൂഷൻ ടു ദ അഗ്നിവേഴ്സ് കോർപ്പസ് ഫണ്ട്, അതിലേക്കാണ് 30% ഈ ഫണ്ടിലേക്കാണ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമ്മുടെ സാലറിയിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇത്രയും ആയിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ അതായിരിക്കും നമ്മളുടെ പേയ്മെൻറ്റ്. സെക്കൻഡ് ഇയറിൽ ഇൻക്രിമെൻറ്റോടുകൂടിയ പേയ്മെൻ്റ് ആണ്, അത് 33,000 ആയിരിക്കും. പിന്നെ ഇൻ ഹാൻഡ് നമുക്ക് 23,100 ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 9,900. ഇനി തേർഡ് ഇയറിൽ 36,500 ആയിരിക്കും നമ്മളുടെ സാലറി. അതിൽ 25,550 ആണ് കയ്യിൽ കിട്ടുന്നത്. ബാലൻസ് ഉള്ള 10,950 കോൺട്രിബ്യൂഷൻ ആയിരിക്കും. പിന്നെ ഫോർത്ത് ഇയറിൽ 40,000 ആണ് നമ്മളുടെ സാലറി. അതിൽ 28,000 കയ്യിൽ കിട്ടും, 12 ആണ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഈ കോൺട്രിബ്യൂഷനിൽ പോകുന്നത് നമ്മളുടെ 4 വർഷത്തെ സർവീസിന് ശേഷം അറൗണ്ട് ഒരു 10 lakh വരും. അത് സേവാനിധി സ്കീം എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് ഇതിൻ്റെ സാലറി ഡീറ്റെയിൽസ് വരുന്നത്. പിന്നെ നോക്കുന്നത് ഏജ് ലിമിറ്റാണ്. അപ്പോൾ 17.5 വയസ്സിനും 21 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള കാൻഡിഡേറ്റ്സിനാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. +2 ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആവണം. അൺമാരീഡ് ആയിട്ടുള്ള മെയിൽസും ഫീമെയിൽസും അവർക്കാണ്. ഏജ് ലിമിറ്റ് എങ്ങനെയാണ്? 17.5 to 21 years ആണ് പറയുന്നത്. അപ്പോൾ 2004 ജനുവരി 2 2007 ജൂലൈ 2 ഇടയ്ക്ക് ജനിച്ചവരാവണം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡേറ്റ്സ്. 2 ഡേറ്റ്സ് പറയുന്നുണ്ട്. ഈ 2 ഡേറ്റ്സും ഇൻക്ലൂസീവായിട്ട്, അതായത് 2004 ജനുവരി 2 2007 ജൂലൈ 2 ഇടയ്ക്ക് ജനിച്ചവരാവണം. ഇതിൻ്റെ എലിജിബിലിറ്റി, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അത് പറയുന്നത് +2 ആണെന്ന് പറഞ്ഞു. അപ്പോൾ സയൻസ് സബ്ജക്റ്റ് ഉള്ളവരാണെങ്കിൽ കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് പാസ് ദ ഇൻ്റർമീഡിയറ്റ് +2 ഓർ ഈക്വലൻ്റ് എക്സാമിനേഷൻ വിത്ത് മാത്തമാറ്റിക്സ്, ഫിസിക്സ് ആൻഡ് ഇംഗ്ലീഷ് ഫ്രം educational boards recognized by central, state and union territory with minimum 50% mark. 50% mark, പിന്നെ അഗ്രഗേറ്റ് 50% മാർക്ക് ഇൻ അഗ്രഗേറ്റ് ആൻഡ് 50% മാർക്ക് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. സയൻസ് സബ്ജക്റ്റ്, ഈ സബ്ജക്റ്റുകളിലെല്ലാം കൂടെ 50% മാർക്ക് ഉണ്ടാവണം. ഇംഗ്ലീഷിന് 50% മാർക്ക് ഉണ്ടാവണം സയൻസ് സബ്ജക്റ്റ് ഉള്ളവർക്ക്. അല്ലെങ്കിൽ 3 year ഡിപ്ലോമ കോഴ്സ് ഇൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജി ഫ്രം സെൻട്രൽ, സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറി റെക്കഗ്നൈസ്ഡ് പോളിടെക്നിക് ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. 50% മാർക്കാണ് ഡിപ്ലോമ ഉള്ളവർക്കും വേണ്ടത്. ഇനി പാസ്ഡ് 2 year വൊക്കേഷണൽ കോഴ്സ് വിത്ത് നോൺ വൊക്കേഷണൽ സബ്ജക്റ്റ്, അതായത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ഫ്രം
എഡ്യൂക്കേഷൻ ബോർഡ്, അതാണ് 50% മാർക്ക്, അവർക്കും 50% മാർക്ക് തന്നെയാണ് വേണ്ടത്. 50% മാർക്ക് ഇൻ ഇംഗ്ലീഷ് അങ്ങനെയും പറയുന്നുണ്ട്. ഈ പറയുന്ന സബ്ജക്റ്റുകളെല്ലാം കൂടെ ചേർത്ത് 50% മാർക്കും, ഇംഗ്ലീഷിന് 50% മാർക്കും ഉണ്ടായിരിക്കണം. ഇനി അതർ ദാൻ സയൻസ് സബ്ജക്റ്റ് എടുത്തവർക്ക് എന്താണ്, പാസ്റ്റ് ഇൻ്റർമീഡിയറ്റ് +2 ഇക്വലൻ്റ് എക്സാമിനേഷൻ ഇൻ എനി സ്ട്രീം, ഏത് സ്ട്രീമിലുള്ള +2 അവർക്കും ഇതുപോലെ തന്നെ 50% മാർക്കാണ് വേണ്ടത്. ടോട്ടൽ ബാക്കി സബ്ജക്റ്റുകൾക്കെല്ലാം 50% മാർക്ക്, ഇംഗ്ലീഷിനും 50% മാർക്ക് ഉണ്ടാവണം. പിന്നെ പാസ്റ്റ് 2 ഇയർ വൊക്കേഷണൽ കോഴ്സ് ഫ്രം ഓറാണ് 2 ഇയർ വൊക്കേഷണൽ കോഴ്സ് ഫ്രം എഡ്യൂക്കേഷണൽ ബോർഡ്സ് റെക്കഗ്നൈസ്ഡ് ബൈ സെൻട്രൽ, സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറി വിത്ത് മിനിമം 50% മാർക്ക്. എല്ലാവർക്കും 50% മാർക്ക് തന്നെയാണ് ചോദിക്കുന്നത്. ഇനി ഇതിൻ്റെ എക്സാമിനേഷൻ ഫീസ് വരുന്നത് 550 രൂപയാണ്. അതെല്ലാ കാൻഡിഡേറ്റ്സും ഒരുപോലെ പേ ചെയ്യേണ്ട ഒരു എമൗണ്ട് ആണ്. ഇനി ഇതിൻ്റെ സെലക്ഷൻ ഓൺലൈൻ എക്സാമിനേഷൻ്റെയും ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൻ്റെയും അഡാപ്റ്റബിലിറ്റി ടെസ്റ്റിൻ്റെയും മെഡിക്കൽ ടെസ്റ്റിൻ്റെയും ബേസിസിലായിരിക്കും. അപ്പോൾ ഇത്രയും സ്റ്റേജിലൂടെ കടന്നാണ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. ഇതിൽ നമ്മൾ ഓൺലൈൻ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽ ആണ് പറയുന്നത്. ഫോർ കാൻഡിഡേറ്റ്സ് വിത്ത് സയൻസ് സബ്ജക്റ്റ്, അപ്പോൾ സയൻസ് സബ്ജക്റ്റ് ഉള്ള കാൻഡിഡേറ്റ്സിന് ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് ദ ഓൺലൈൻ ടെസ്റ്റ് വിൽ ബി 60 മിനിറ്റ്സും 60 മിനിറ്റിൻ്റെ ഒരു എക്സാമിനേഷൻ ആണ്. അതിൽ വരുന്ന സബ്ജക്റ്റുകൾ എന്തൊക്കെയാണ്, ഇംഗ്ലീഷ്, ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ബേസ്ഡ് ഓൺ ദ +2 CBSE സിലബസ്, അതാണ് പറയുന്നത് ഫോർ കാൻഡിഡേറ്റ്സ് വിത്ത് സയൻസ് സബ്ജക്റ്റ്. ഇനി ഫോർ കാൻഡിഡേറ്റ്സ് വിത്ത് അതർ ദാൻ സയൻസ് സബ്ജക്റ്റിലോ 45 മിനിറ്റ് ആണ് അവരുടെ ടെസ്റ്റിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. പിന്നെ ടെസ്റ്റ് ഇൻക്ലൂഡ്സ് ഇംഗ്ലീഷ് ബേസ്ഡ് ഓൺ ദ +2 CBSE സിലബസ് ആൻഡ് റീസണിങ് ആൻഡ് ജനറൽ അവയർനെസ്. അപ്പോൾ ഇതാണ് അവരുടെ ഡീറ്റെയിൽ. ഇനി നോക്കുന്നത് ഫോർ കാൻഡിഡേറ്റ്സ് വിത്ത് സയൻസ് സബ്ജക്റ്റ് ആൻഡ് അതർ ദാൻ സയൻസ് സബ്ജക്റ്റ് ആണ്. ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് ദ ടെസ്റ്റ് വിൽ ബി 85 മിനിറ്റ്സ്. പിന്നെ ആ ടെസ്റ്റിൽ എന്തൊക്കെയാണ് സബ്ജക്റ്റ് വരുന്നത്, ഇംഗ്ലീഷ്, ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ബേസ്ഡ് ഓൺ ദ +2 CBSE സിലബസ് ആൻഡ് റീസണിങ് ആൻഡ് ജനറൽ അവയർനെസ്. അപ്പോൾ ഇതാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽ പറയാനായിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മാർക്കിംഗ് പാറ്റേൺ ആണ്. മാർക്കിംഗ് പാറ്റേൺ ഓരോ ശരി ഉത്തരത്തിനും 1 മാർക്ക് വീതമാണ് കിട്ടുന്നത്. അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യന് മാർക്ക് നമുക്ക് നഷ്ടമാവില്ല. 0.25 മാർക്സ് ആയിരിക്കും നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. ഇനി ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. 2 സ്റ്റേജ് ആയിട്ടാണ്. അതിൽ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൽ 1ൽ വരുന്നത് 1.6 കിലോമീറ്റർ റണ്ണാണ്. അത് ഫോർ ബോത്ത് മെയിൽ കാൻഡിഡേറ്റ്സ് ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്, 2 കൂട്ടർക്കും ഒരുപോലെയുള്ള ഒരു ടെസ്റ്റാണ് 1.6 കിലോമീറ്റർ റൺ. അതിൽ മെയിൽ കാൻഡിഡേറ്റ്സ് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് 7 മിനിറ്റ് കൊണ്ടാണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 8 മിനിറ്റ് കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യണം. 1.6 കിലോമീറ്റർ റൺ, അതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് 1ൽ വരുന്നത്. ഇതിന് ശേഷം നമുക്ക് റിലാക്സ് ചെയ്യാനായിട്ടുള്ളൊരു സമയം കിട്ടും. അതിനുശേഷം ഇത് ക്വാളിഫൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതിലെന്തൊക്കെയാണ്, അതിൽ മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെയാണ് ആദ്യം പറയുന്നത്. അതിൽ അവർക്ക് 10 പുഷപ്സ് ഉണ്ട്, അത് 1 മിനിറ്റ് കൊണ്ടാണ് ചെയ്യേണ്ടത്. പിന്നെ 10 സിറ്റപ്സ് ഉണ്ട്, അതും 1 മിനിറ്റ് കൊണ്ടാണ് ചെയ്യേണ്ടത്. പിന്നെ 20 സ്ക്വാഡ്സ്, അതും 1 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ഓരോ ടെസ്റ്റിൻ്റെ ഇടയ്ക്ക് നമുക്ക് റിലാക്സ് ചെയ്യാനുള്ള സമയം ഉണ്ടാവും. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് എന്തൊക്കെയാണ്, 10 സിറ്റപ്സ് ആണ്, 1 മിനിറ്റ് 30 സെക്കൻഡ്സ് കൊണ്ടാണ് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പിന്നെ 15 സ്ക്വാഡ്സ്, 15 നമ്പേഴ്സ് ഓഫ് സ്ക്വാഡ്സ് ആണ്, അത് 1 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ഇതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൻ്റെ കാര്യം പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താല്പര്യമുള്ള എലിജിബിളായിട്ടുള്ള കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യുക. 4 വർഷത്തെ കാലാവധിയിലുള്ള 4 വർഷത്തെ ടെന്യൂറിലുള്ള ഒരു പോസ്റ്റാണ്. അത്രയുമാണ് അതിൻ്റെ സർവീസ് ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ സേവാനിധി എന്ന് പറയുന്ന സ്കീമൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള, എല്ലാവർക്കും നല്ല ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.